വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിന്റെ പ്രൊഡക്റ്റ് ട്രെയിനർ. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വെൽ ഹാർട്ട് പേര് നോക്കൂ, വെൽ ഹാർട്ട്. ഹാർട്ടിന്റെ സ്പെല്ലിംഗ് നോക്കൂ, HART ആണ്. ഹാർട്ടിന്റെ ശരിക്കും സ്പെല്ലിംഗ് എന്താണ്? HEART ആണ് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് HART ആണ്. എന്താണ് ആ ഒരു പേര് കൊണ്ട് നമുക്ക് തെറ്റിപ്പോയതാണോ? ഒരു ഇ ചേർക്കാൻ അവിടെ വിട്ടുപോയതാണോ? അല്ല, അത് നമ്മൾ തീർത്തും ഒരു ഉത്തമമായിട്ടുള്ള ഒരു പേരാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HART, ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൺമാനാണ്. മാൻ, ഡിയറിനാണ്. ആൺമാനിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട്, HART. അപ്പം ആൺമാനിന്റെ പ്രത്യേകത എന്താണ്? അത് ഭയങ്കര ആക്റ്റീവാണ്, വളരെ വേഗത്തിലാണ് അത് ഓടുന്നത് അല്ലെ? അത് പായുന്നത്, ഓടുന്നത് വളരെ വേഗത്തിലാണ്, വളരെ ഊർജമാണ്, വളരെ എനർജറ്റിക് ആണ്, വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു മൃഗമാണ് നമ്മളുടെ മാന്, അതിലും ആൺമാന് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി, എപ്പോഴും ആക്റ്റീവായിട്ട്, എപ്പോഴും വേഗത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അവയവം നമ്മളുടെ ശരീരത്തിലുണ്ട്. ഏതാണ്? നിരന്തരം നിർത്താതെ 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുകയാണെങ്കിലും, നമ്മൾ ഉണ്ണുകയാണെങ്കിലും, നമ്മൾ കുടിക്കുകയാണെങ്കിലും, ഏതൊരു അവസ്ഥയിലും നിരന്തരം നമ്മളുടെ ശരീരത്തിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതായത് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം അല്ലെ? വേഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമുണ്ട്, അതാണ് ഹാർട്ട് അല്ലെ? അപ്പം ആ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മളുടെ ആൺമാനിനെ പോലെ അത്രയും വേഗതയിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾക്ക് കാത്തു സംരക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ വെൽ ഹാർട്ട് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. വെൽനെസ് ഓഫ് ഹാർട്ട് അല്ലെ? നമ്മളുടെ ഹൃദയത്തിന്റെ സംരക്ഷണമാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്. ഹൃദയം നമ്മൾ പറഞ്ഞു അല്ലെ, നിരന്തരം ബ്ലഡ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. ഒരു മിനിറ്റിലാണെങ്കിൽ 60 മുതൽ 80 തവണയാണ് നമ്മളുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിരന്തരം ഒരു ഉറക്കത്തിലും ഒന്നും റെസ്റ്റ് എടുക്കാതെ നിരന്തരം ഇടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു ഹൃദയത്തിന്റെ ആരോഗ്യം നമ്മൾ ഉറപ്പുവരുത്തണ്ടേ? തീർച്ചയായിട്ടും വേണം അല്ലെ? ഹൃദയത്തിന്റെ ആരോഗ്യം ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലാണ് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നത്. നമ്പർ 1 ഡിസീസ്, ഡെത്തിന് കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന രോഗമാണ് കാർഡിയോ വാസ്കുലാർ ഡിസീസ്, CVD എന്ന് പറയുന്നത്. കാർഡിയോ വാസ്കുലാർ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് മരണ കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ നമ്പർ 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർഡിയോ വാസ്കുലാർ ഡിസീസസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, സെറിബ്രോ സ്പൈനൽ, സെറിബ്രോ വാസ്കുലാർ ഡിസീസസ് തുടങ്ങിയവയൊക്കെയാണ് ഈ പറഞ്ഞ CVD എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മരണ കാരണമാകാവുന്ന ഒരു രോഗമാണ് ഹൃദയ സംബന്ധമായിട്ടുണ്ടാകുന്ന രോഗം. അപ്പം ആ ഒരു ഹൃദയത്തെ നമ്മൾ സംരക്ഷിക്കണ്ടേ? വേണം അല്ലെ? നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കണം എന്ന് ഇച്ഛിക്കുന്നവർ, എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരുവനും തൻ്റെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. ആദ്യമായിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടതാണ് സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ്. സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് വേണം. ഇനി ഒരു തരത്തിലുമുള്ള ക്ലോട്ടിങ്, ഒരു തരത്തിലുള്ള ബ്ലോക്കും ഈ രക്തക്കുഴലുകളിൽ പാടില്ല. നോക്കൂ ഈ ചിത്രത്തില് ഒരു മഞ്ഞ കളറിൽ വന്ന് അടിഞ്ഞു കിടക്കുന്ന, അതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രക്തക്കുഴലില് അത് വന്ന് അടിഞ്ഞു കിടക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് രക്തം വരുന്നില്ല അല്ലെ? രക്തത്തിന്റെ രക്ത ഓട്ടം കുറഞ്ഞു വരികയാണ്. അപ്പൊ അത്തരത്തിലൊന്നും പാടില്ല. ഒരു ബ്ലോക്കോ ഒന്നും രക്തക്കുഴലിൽ ഒരു ബ്ലോക്കും പാടില്ല. മൂന്നാമത്തതാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് വേണം. നല്ല കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ അല്ലെ? ഹൃദയമാണ് എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടുപ്പിലാണ് തലച്ചോറ് മുതൽ കാലിന്റെ പാദം വരെ, കാലിന്റെ ചെറുവിരല് വരെയുള്ള അത്രയും ഭാഗങ്ങളിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുന്നത് പ്രോപ്പർ ആയിട്ട്, കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ വഴിയാണ്. അടുത്തതായിട്ടുള്ളതാണ് ഒരു തരത്തിലുമുള്ള നീർക്കെട്ട് ഒന്നും തന്നെ പാടില്ല. എല്ലാ രോഗങ്ങളും വരാനുള്ള കാരണങ്ങൾ പോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള കാരണവും സ്ട്രെസ്, നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ഇന്ന്
ഏറ്റവും പ്രധാനമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടി വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നേരത്തെ പറഞ്ഞു, ഒരുപാട് വറുത്തതും പൊരിച്ചതും ഹോട്ടൽ ഫുഡ് ഒക്കെയും, അതുപോലെ എക്സസൈസ് ഇല്ല, അതുപോലെ പാരമ്പര്യമായിട്ടും കണ്ടുവരുന്നുണ്ട് ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് അധികമായിട്ടൊക്കെ വരുമ്പോഴും. ഇനി എന്തൊക്കെയാണ് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ആദ്യത്തേതാണ് നമ്മൾക്ക് നെഞ്ചുവേദന. എല്ലാ നെഞ്ചുവേദനയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം എന്നല്ല. ചിലപ്പം ഗ്യാസ് കാരണവും നെഞ്ചുവേദന വരാം, അല്ലെ? നെഞ്ചിൽ ഒരു പിടുത്തം പോലെ വരാം. അപ്പം കൂടുതലായിട്ടും ഈ പറഞ്ഞ ചെസ്റ്റ് പെയിൻ, അപ്പൊ അതിനെയും നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് വന്നത് എന്നൊക്കെ ഉള്ളത് നോക്കണം. ആദ്യം ഉണ്ടാവുന്നതാണ് നെഞ്ചുവേദന. രണ്ടാമത്തതാണ് നമ്മൾക്ക് ശ്വാസതടസ്സം പോലെ തോന്നും, ഭയങ്കരത്തില് കിതയ്ക്കാൻ വേണ്ടി തുടങ്ങും. ഒരു 2 സ്റ്റെപ്സ് എടുത്തു വെക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് കിതക്കാനായിട്ട് തോന്നും, ഛർദിക്കണം എന്ന് തോന്നും, വായിലേക്ക് ഉപ്പ് രസം വന്ന് ഭയങ്കര വൊമിറ്റിംഗ് സെൻസേഷൻ വരിക, ഭയങ്കര ഒരു വിയർത്ത് ഒലിക്കാനായിട്ട് തുടങ്ങും, ഒരു മന്തിപ്പ്, ഒരു തലകറക്കം പോലെ തുടങ്ങും. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ടും ഉണ്ടാകുന്നതായിട്ടുള്ള ഹൃദയത്തിന്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞവയാണ്. ഇനി ഇതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ഈ ഹൃദയത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറയുന്നത്. അതിൽ ഉള്ള ഔഷധങ്ങൾ ഏതൊക്കെ കോമ്പിനേഷനിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സംസ്കാരിതം മേധി എന്ന് പറയുന്നത്, സംസ്കാരം ചെയ്തെടുത്ത ഉലുവ. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയുർവേദത്തിൽ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോയ അഗ്നി മഥന സന്നികർഷാത് എന്ന് പറയും. അതായത് പല വിധത്തിൽ സംസ്കരിച്ചെടുത്തിട്ടുള്ളത്, വെള്ളത്തിൽ വഴിയോ അല്ലെങ്കിൽ അഗ്നിയുടെ സംസർഗം വഴിയോ അല്ലെങ്കിൽ മഥനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ മഥനം ചെയ്ത് ചേണ് ചെയ്തെടുക്കുക, അങ്ങനെ പലതരത്തിൽ പല വിധത്തിൽ സംസ്കാരങ്ങൾ ചെയ്തെടുത്തതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സംസ്കാരിതമായിട്ടുള്ള ഉലുവയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഈ ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് അത് കുറെ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് മുളപ്പിച്ച് പിന്നെ അത് ഉണക്കി പൊടിച്ചെടുത്ത ഉലുവയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഉലുവേന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ ലെവൽസിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു പോകുന്നതിൽ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ. രണ്ടാമതായിട്ടുള്ളതാണ് നീർമരുത്, അതുപോലെ തന്നെ പുഷ്കരമൂലം. നീർമരുതിന് സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുള്ള പേരാണ് അർജുന എന്ന് പറഞ്ഞിട്ടുള്ളത്. അർജുന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? പാണ്ഡവരിലെ അർജുനനെ നമ്മൾക്ക് ഓർമ്മ വരും, അല്ലെ? വില്ലാളി വീരനായിട്ടുള്ള ആ ഒരു അർജുനൻ. അപ്പൊ ആ അർജുനന്റെ ഗുണം എന്തായിരുന്നു? ഒന്നിലെ അർജുനൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ടാണ്, അല്ലെ? വേറെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പ് ചെയ്യാനായിട്ട് സമർത്ഥനാണ്, വില്ലാളി വീരനാണ്, അല്ലെ? ആ ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ ഔഷധമായിട്ടുള്ള നീർമരുതിന് അർജുന എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത്. ഹൃദയത്തിലേക്കാണ് അതിന്റെ ആക്ഷൻ. നേരിട്ട് ഹൃദയത്തിലേക്ക് ചെന്ന് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് നീർമരുതിനുള്ളത്. ഈ പുഷ്കരമൂലമാണെങ്കിൽ കുറച്ചുകൂടി പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഇൻഹിബിറ്റർ എന്നുള്ള ആ ഒരു കർമ്മമാണ്. പ്ലേറ്റ്ലെറ്റ്സുകൾ കുന്നുകൂടി കിടക്കുന്നത് ഒഴിവാക്കുകയും കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റി, ബ്ലഡ് വെസൽസിന് ഇലാസ്റ്റിസിറ്റി വേണം എന്ന് പറഞ്ഞിരുന്നു, അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതുമാണ് പുഷ്കരമൂലം. അടുത്തതാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുകയാണെന്ന് പറഞ്ഞു, അല്ലെ? 24 മണിക്കൂറും. അപ്പൊ അങ്ങനെ ഇടിക്കുന്ന ആ ഒരു ഹൃദയത്തിന് എനർജി വേണം, ഊർജം വേണം. അതിനായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് മൂന്നാക അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർത്തിട്ടുള്ളത്. ശതാവരി അതുപോലെ തന്നെ ചിറ്റമൃത്, ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ശതാവരിയും അതുപോലെ തന്നെ ചിറ്റമൃതും. ഓവറോൾ ഒരു രോഗപ്രതിരോധനം കൂടിയാണ് ഇതിന്റെ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണ് എലമെന്റ്സ് വെൽനെസിന്റെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കാം? 30 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൊടുക്കാം. ഇന്നത്തെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഭയങ്കര പ്രഷറാണ്, അല്ലെ? ആൾക്കാരൊക്കെ ഇങ്ങനെ സമ്പാദിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യമിട്ട് നടക്കുമ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ലൈഫാണ്, ഭയങ്കര പ്രഷറാണ് വരുന്നത്. അപ്പം അത്തരത്തിൽ നമ്മളെ ഹൃദയത്തിന് ഭയങ്കര സമ്മർദ്ദമാണ് ആ സമയങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് എങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മളുടെ വെൽ ഹാർട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കൊളസ്ട്രോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും അളവ് കൃത്യമാക്കി കൊണ്ടുപോകാൻ സഹായിക്കും. പ്ലേറ്റ്ലെറ്റുകൾ കുന്നുകൂടി നിർത്തുന്നത് തടയും. ഹൃദയത്തിന്റെ മസിൽസ് സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിൽ സഹായിക്കുന്നതാണ്. ആർട്ടറീസിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ
സ്ത്രീകൾക്കും ഒക്കെ നമ്മൾക്കിത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇനി ഈ നമ്മുടെ വെൽഹാർട്ട് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ആ ആളോട് ഒരു 12 ആഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളോട് എക്കോ ചെയ്യാൻ പറയുക. ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുക. എന്നിട്ട് എപ്രകാരമാണ് വ്യത്യാസം എന്നുള്ളത് നോക്കുക. 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും കഴിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25-നും 40 വയസ്സിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ളവർ 50 വയസ്സുള്ളവർ കഴിച്ചുകൂടാന്നല്ല, കൂടുതലായിട്ടും 40 വയസ്സിന് മുകളിലാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നത്. അപ്പം ഹൃദയത്തിന്റെ ഒരു പ്രശ്നം വരട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വരട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല നമ്മളത്. നമ്മളെ പ്രൊഡക്റ്റ് ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലാണ്. അല്ലാതെ ശരി സ്ട്രോക്ക് വന്നു എന്നിട്ട് കിടപ്പിലായ ഒരു വ്യക്തിക്ക് ഇത് കൊടുക്കൂ, ആള് നല്ല എണീറ്റ് നടക്കും നല്ല നമ്മൾ പറയുന്നത്. സ്ട്രോക്ക് വരാതെ, ഒരു തരത്തിലുള്ള കാർഡിയോവാസ്കുലർ ഡിസീസസ് വരാതെ ഹൃദയത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വെൽഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഒരു ക്യാപ്സ്യൂൾ വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാളോട് ഇത് കഴിക്കൂ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറും, അതുപോലെ ഇപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇത് ബ്ലോക്കിനെയൊക്കെ അലിയിച്ചു കളയും, വെറുതെ വെൽഹാർട്ട് മാത്രം കഴിച്ചാൽ മതി. ആസ്പിരിൻ എടുക്കുന്നവരോട് ആസ്പിരിൻ ഒന്നും കഴിക്കണ്ട, അതൊക്കെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ, വെൽഹാർട്ട് കൊടുത്തോളൂ. അതുപോലെ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ രോഗികളോട് ഇത് കഴിച്ചാൽ മതി, വളരെയധികം ഫലപ്രദമാണ് എന്നൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ്? നമ്മളുടെ സി കാറ്റഗറിയിൽ വരുന്നവരാണ്. നമ്മളുടെ പ്രൊഡക്റ്റ് സി കാറ്റഗറിയിൽ ഉള്ളവർക്കല്ല, നമ്മളുടെ പ്രൊഡക്റ്റ് എ ആൻഡ് ബി കാറ്റഗറിയിലുള്ളവർക്കാണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളുടെ വെൽഹാർട്ട് എന്ന് പറയുന്നത്. അപ്പം വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് ആണ് വെൽഹാർട്ടിൽ വരുന്നത്. വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് സാധാരണ നോൺ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസിനെക്കാളും 6 മടങ്ങ് ആണ് അതിന്റെ വില വരുന്നത്. എന്നിട്ട് നമ്മൾ എന്തിനാണ് അത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അതിന് അത്രയധികം ഗുണങ്ങളാണുള്ളത്. അതിൽ മോയ്സ്ചർ കണ്ടന്റ്, അതിന്റെ നനവിന്റെ അംശം എന്ന് പറയുന്നത് കേവലം 5% മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയാസ് ഒന്നും അറ്റാക്ക് ചെയ്യാതെ, അറ്റാക്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ഫോമാണ് ഈ ക്യാപ്സുലാർ ഫോം എന്ന് പറയുന്നത്. നമ്മളുടെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അമിതമായിട്ടുള്ള ചൂട്, ഹീറ്റ് കൊണ്ടൊന്നും നശിക്കാത്തതായിട്ടുള്ളതും കൂടിയിട്ടാണ് നമ്മളുടെ വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു നോവൽ കോമ്പിനേഷൻ ആണ് നീർമരുത്, പുഷ്കരമൂല, ശതാവരി, ചിറ്റമൃത് തുടങ്ങിയവ ഇട്ടിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ്. നമ്മൾക്ക് വേറെ ഒരു നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിലും ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല.